ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിഷു ഫലത്തെ പറ്റിയുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലമായ മേടമാസത്തിലുള്ള വിഷുപ്പുലരി എല്ലാവരും ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയാണ് വരവേൽക്കാറുള്ളത്. പ്രാചീന കാലം തൊട്ടേ ജ്യോതിഷ ഫലത്തിൽ മേട മാസത്തിലുള്ള വിഷുഫലത്തിന്റെ ഫലങ്ങൾ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. പണ്ടെല്ലാം അമ്പലത്തിൽ വെച്ച് അവിടുത്തെ അടുത്തുള്ള ജ്യോത്സ്യൻ അവിടുത്തെ പഞ്ചാംഗം വായിച്ച് ഓരോരുത്തരെയും കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഭഗവാനോ ഭഗവതിയെയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം വളർന്ന കാരണം അതെല്ലാം മാറി ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേനയും മറ്റുള്ളതും ഫലപ്രവചനങ്ങൾ ഇഷ്ടം പോലെ വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ജ്യോതിഷ ഫലത്തിൽ ഈ വർഷത്തിൽ 2019 അതായത് ഈ 2019 മേടമാസം, അതായത് 1194 മേടമാസം തൊട്ട് 1095 മേടമാസം വരയ്ക്കുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ധനുരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും നിൽക്കെ 1194 ആണ്ട് മീനമാസം 31 തീയതി 19 നാഴികയും 27 വിനാഴികയും ചെന്ന സമയത്താണ് മേടരവി സംക്രമം, അതായത് മേടമാസത്തിലേക്ക് രവി സഞ്ചരിക്കുന്നത്, സൂര്യൻ എത്തുന്ന സമയം പറയുന്നത്. 2019 ഏപ്രിൽ 14 തീയതി പകൽ, ഞായറാഴ്ച പകൽ 2 മണിയോടുകൂടിയാണ് ഈ മേടമാസത്തിലേക്ക് സൂര്യൻ എത്തുന്നത്. മേടൻ രാശിയിൽ സൂര്യന് ഉച്ചഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉച്ചഫലം വരുന്നത് കൊണ്ട് തന്നെയാണ് മേടരവി സംക്രമം എന്ന് പറയുന്നത്. പക്ഷെ പലവിധ സംക്രമങ്ങളുണ്ട്. എല്ലാ മാസത്തിലും സംക്രമം നടത്താറുണ്ട്. പക്ഷെ മേടമാസത്തിലുള്ള സംക്രമത്തിനുള്ള പ്രത്യേകത കൊടുക്കാറുമുണ്ട്. അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണ്. അതായത് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശി ആയില്യ നക്ഷത്രത്തിലാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. വിഷു നക്ഷത്രം, വിഷു തുടങ്ങുന്ന ദിവസം ആയില്യ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മീനമാസം 31 തീയതി കഴിഞ്ഞ് മേടമാസം ഉദിക്കുമ്പോൾ പകൽ ചെന്ന സമയത്ത് മേടമാസം ഉദിക്കുവായി. ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക രാശിയാണ്. അതിൽ തന്നെ ആയില്യ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോ 1194 ആണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശുക്ലപക്ഷ തിഥിയും കഴുതകരണവും ശൂലനാമനിത്യയോഗവും കൂടിയ കർക്കടക ലഗ്ന സമുച്ചയത്തിൽ മേഷരവി സംക്രമം എന്നാണ് പറയുന്നത്. അപ്പൊ സംക്രമം ഞായറാഴ്ചയാകയാൽ സ്വൽപ്പവൃഷ്ടിയും പകലാകിയാൽ അർഘനാശവും കലഹവും എന്നാണ് പറയുന്നത്. അർഘനാശവും കലഹവും. ആയില്യം നക്ഷത്രത്തിലാകിയാൽ അതിവർഷവും തസ്കരഭയവും ഭരണാധികാരിമാർക്ക് ക്ഷയാവസ്ഥയും ഉള്ള ഒരവസ്ഥയാണ്. ദശമി തീയതിയിലാകിയാൽ അതിവർഷവും പശുവർദ്ധനയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അനിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഇഷ്ടം പോലെ വരുവാനും ബഹുവർഷവും ശൂലനാമ നിത്യയോഗത്തിലാകയാൽ മൃത്യുഭയവും രോഗവും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശിയിലാണ് കർക്കടക രാശി ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കടകത്തിൽ നിന്നും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. വ്യാഴൻ ദൈവാനുഗ്രഹം തരുന്ന മഹാവിഷ്ണു തന്നെയാണ്, ഗുരു ഭഗവാൻ തന്നെയാണ്. ആ ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുഫലത്തിൽ മീനൻ രാശി ലഗ്ന സമുച്ചയത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലായിരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി. നാശമായിരുന്നു ഫലം. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. രോഗാവസ്ഥ, പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും അതുമൂലം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം പൊതുവെ മഴ കൂടുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശി ജലരാശിയാണ്. അതായത് കർക്കടക രാശി കുളീര രാശി എന്ന് പറഞ്ഞു, കുളിര് കോരുന്ന രാശിയാണ്. അപ്പൊ കർക്കടക രാശി ജലരാശിയായ കാരണം കൊണ്ടും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, അപ്പോൾ മഴ ഇഷ്ടം പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
മഴയ്ക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കമെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ചില പ്രദേശങ്ങളിലെല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാശങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത, പക്ഷെ രോഗാധിക്യം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മഹാസുദർശന ഹോമവും മൃത്യുഞ്ജയ ഹോമവും എല്ലാം ചെയ്യുന്ന വർഷം, അതുപോലെ തന്നെ യാഗങ്ങൾ നടത്തുന്നത് വർഷവും കുറേയൊക്കെ ജനങ്ങൾക്ക് രോഗാധിക്യം വരുവാതിരിക്കുവാനും വന്നാൽ ഭേദപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും വിഷുഫലത്തിൽ വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. പൊതുവെ നക്ഷത്രക്കാർക്ക് പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ ദേഹസംബന്ധമായിട്ടുള്ള ശരീര സംബന്ധമായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ ധന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യത, ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത, കുടുംബത്തിൽ കുറച്ച് കലഹങ്ങൾ വരുവാനും ബുദ്ധിമുട്ട് വരുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. സഹായ സഹകരണങ്ങൾ പൊതുവെ ഉണ്ടായിരിക്കുന്നതാണ്. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹാദി കർമ്മങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും സന്താനങ്ങളെ കൊണ്ടുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. പൊതുവെ കടബാധ്യതകളിൽ കുറച്ച് അലച്ചൽ വരുന്ന സാധ്യതയും കടം കൊടുത്തത് കിട്ടാതെ വരുന്ന ഒരു സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഉദ്ദിഷ്ട കാര്യസമരം കിട്ടാത്തതിനാൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജനമധ്യത്തിൽ പൊതുവെ അത്ര ഒരു അഭിരുചി ഉണ്ടാകില്ല. ഭാഗ്യസ്ഥാനം പൊതുവെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ കർമ്മമേഖല പൊതുവെ തൃപ്തികരമാണ്. വരുമാന മാർഗം പൊതുവെ കുറഞ്ഞിരിക്കും. ചെലവ് അധികരിക്കും. എന്നിവയെല്ലാമാണ് മേടൻ രാശിക്കാർക്ക് ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ മേടൻ രാശിക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷം ഗുണദോഷ മിശ്രത്തിൽ ഗുണവും ദോഷവും ചേർന്നിട്ടുള്ള ഒരു ഫലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ മഹാവിഷ്ണു പ്രീതിയും മഹാവിഷ്ണുവിനെ അനുനിർത്തി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും, അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പരിഹാര നടപടികൾ ചെയ്യുന്നതും മൂലവും എല്ലാം ഈ വർഷം ഇവർക്ക് സാധ്യമായി കുറഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമസ്കാരം.